ഒരു ആക്ഷേപമായിക്കാളും നല്ലത് നായയോ അല്ലെങ്കിൽ പന്നിയോ ഓർക്കുകയാണ് എന്നുള്ള ഒരു അപവാദം. അതിനെക്കുറിച്ച് ഉസ്താദ് എന്താ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അല്ലത് അങ്ങനെയല്ല സംഭവം. അതിന്റെ ഉദ്ധരണി സിറാത്തെ മുസ്തഖീം എന്ന ഇസ്മായിൽ ഷഹീദിന്റെ പുസ്തകത്തിന്റെ 118-ാമത്തെ പേജിലാണുള്ളത്. ദിനാക്കെ വസ്വസെ അപ്പിനി ബീബി കി മുജാമഅത്ത് കാ ഖയാൽ ബഹ്തർ ഹേ. ദിനായുടെ ദുർബോധനം തന്റെ ബീവിയുമായിട്ട് ജിമാഅ് ചെയ്യുന്ന ചിന്ത അത് നല്ലതാണ്. നല്ലതാണെന്ന് പറഞ്ഞാൽ മറ്റേതിനേക്കാൾ നല്ലതാണ്. और शेख इसी जैसे और बुजुर्गों की तरफ ख्वाजा जनाब रिसालत मआबिही हूँ अपनी हिम्मत को लगा देना अपने बैल और गद्दे की सूरत में मुस्तगरिक होने से बुरा है. നിസ്കാരത്തിൽ റസൂലിനെ പോലത്തെ ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ റസൂല് പോലത്തെ ആളുകളിൽ ചിന്ത മുഴുകിപ്പോവുക. അപ്പൊ അങ്ങനെ ചിന്ത ചിലപ്പോൾ റസൂലുള്ളാഹിക്ക് ഹജ്ജിന് പോയി വന്ന ആള് അവിടുത്തെ ചിന്തകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അറിയാതെ, ബോധപൂർവമല്ല. അപ്പൊ അങ്ങനെ ഒരു റസൂല് ഷെയ്ഖിൽ ചിന്തിക്കുക എന്നുള്ളത് തന്റെ വീട്ടിലുള്ള കഴുത, കുതിര പോലത്തെ ജന്തുക്കളെ കുറിച്ച് ചിന്തയിൽ മുഴുകുന്നതിനേക്കാൾ ചീത്തയാണ്. ഇതിലേതാണ് അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും വ്യാഖ്യാനം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് ഞാൻ തയ്യാറാണ്. കാരണം അത് ഇന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഒരു മനുഷ്യന്റെ വാചകത്തെ 99 പ്രാവശ്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഒരു പ്രാവശ്യത്തിൽ മാത്രം 100-ൽ 1 മാത്രം അയാൾ ശരിയാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നയം അവരെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയേണ്ടതാണ്. അപ്പൊ എന്നതുപോലെ ഇദ്ദേഹം ഇത്രയും പറഞ്ഞ് നിർത്തിക്കായിരുന്നുവെങ്കിൽ നമ്മൾ ഉലമാക്കൾ ഒന്നും പറയുമായിരുന്നില്ല. കാരണം അതിലൊരുപാട് വ്യാഖ്യാനങ്ങൾ നൽകി നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം ശേഷം പറയുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിന്റെ അഖീദയാണ് സ്പർശിച്ചത്. അദ്ദേഹം പറയുന്നത് എന്താ? ഔർ ബുസർഗി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകളെ ജോ നമാസ് മേ മൽഹൂസ് ഹോ, നിസ്കാരത്തിൽ മൽഹൂസ് എന്ന് പറഞ്ഞാല് ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ ശിർക്ക് കി തറഫ് ഖേഞ്ച് കരേ ജാതി ഹേ, ബഹുദൈവ വിശ്വാസം എന്ന ശിർക്കിന്റെ അംശം കടന്നു വരുന്നു. അവിടെ നമുക്ക് പ്രശ്നമായത് ഇത് ഒരാൾ അങ്ങനെ ചിന്ത മുഴുകിയത് കൊണ്ട് അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യം പറയാൻ പറ്റൂല. നിങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. ഗംഭീരമായ യുദ്ധം നടക്കുന്നു. ശത്രുവിൽപ്പെട്ട ഒരാള്, നല്ല യുദ്ധമുറ അഭ്യസിച്ച ഒരു വ്യക്തി എത്രയോ മുസ്ലിമീങ്ങളെ അരിഞ്ഞ് വീഴ്ത്തുന്നു. മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഷഹീദാകാണ്. അയാളെ കൈകാര്യം ചെയ്യാൻ ഒരു മുസ്ലിമിനും കഴിയുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹു തക്കം പാർത്തിരിക്കുകയാണ് അയാളുടെ ഏതെങ്കിലും ഒരു അശ്രദ്ധയുടെ നിമിഷത്തിൽ വെട്ടിക്കൊല്ലാൻ വേണ്ടി. കാരണം അനേക മുസ്ലിമീങ്ങൾ അയാൾ കൊന്നിട്ടുണ്ട്. പെട്ടെന്ന് അയാൾ യുദ്ധരണാങ്കണത്തിൽ എന്തോ കാര്യത്തിൽ ശ്രദ്ധിച്ചപ്പോ ഉസാമ ഓടിച്ചെന്നിട്ട് ഒറ്റ വെട്ടാനിങ്ങോട്ട് ഓങ്ങിയപ്പോ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ പ്രഖ്യാപന. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുക? ഇത് രക്ഷപ്പെടാൻ വേണ്ടിയാന്നല്ല മനസ്സിലാക്കുക. ഉസാമ കൗത്തൽ വെട്ടി. ആ സമയത്ത് ഈ വിവരം റസൂൽ അറിഞ്ഞു. അള്ളാന്റെ റസൂൽ അങ്ങട്ട് ശകാരിച്ചു. മുഖം വിവർണമായി, ചുവന്ന കളറായി. ഉസാമ, നീ ആരെയാണ് കൊന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യന്റെ ഹല്ലാ ശഖഖത ഖൽബഹു, അയാളെ ഹൃദയം നീ കീറി നോക്കിയിട്ടുണ്ടോ? സാഹചര്യം കൊള്ള നോക്കിയിട്ട് അയാൾ കാഫിറാണ് നീ വിധിച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ശക്തമായ ഭാഷയിൽ ഉസാമയെ ശകാരിച്ച സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു എന്താ പറയണറിയോ? ഞാൻ അന്നാണ് മുസ്ലിം ആയിക്കായിരുന്നുവെങ്കിൽ എനിക്ക് യുദ്ധത്തിന് പോകേണ്ടി വരുമായിരുന്നില്ലല്ലോ, ഈ റസൂലുള്ളാഹിന്റെ ചീത്ത എനിക്ക് കേൾക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ അവനെ കാഫിറാക്കുന്ന ശിർക്കിലേക്ക് ചേർത്തുന്ന ഘടകമുണ്ട് എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം അത് കൃത്യമായി വരച്ചു കാണിച്ചു തരിക റസൂലുള്ളാഹ്. എന്തെങ്കിലും സംശയത്തിന്റെയോ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വെട്ടാൻ പറ്റൂല. കാഫിറാന്ന് വിധി എഴുതാൻ പറ്റൂല. യുദ്ധ രണാങ്കണത്തിൽ കാഫിറിനുള്ളവരെ വെട്ടാൻ പറ്റുക? അങ്ങനെ വെട്ടാൻ പറ്റൂല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഷിർക്കിന്റെ ആരോപണമാണ് നടത്തിയത്. ഷിർക്കിന്റെ ആരോപണം. അപ്പൊ അത് നിസ്കാരത്തിലാണ്. എന്നാൽ ഇതേ സമയത്ത് ഇമാം ഗസാലി തങ്ങൾ, സൂഫിയാക്കളുടെ നേതാവ്, ലോകം കണ്ട വിശ്വപണ്ഡിതൻ, ലോകത്തെ മുഴുവൻ ശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന മഹാപണ്ഡിതൻ, യഹ്യാ ഉലൂമുദ്ദീൻ എന്ന മഹാഗ്രന്ഥം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഇമാം മഹാനവറുകൾ എന്താ പറഞ്ഞത്? അത്തയ്യാത്ത് ഓതുമ്പോ വഅഹ്ദിർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഹൃദയത്തിൽ റസൂലിനെ നീ ഹാജരാക്കിക്കോ. വശഖ്സഹുൽ കരീം, അവിടുത്തെ ആദരവാർന്ന ആ ശഖ്സിനെയും ആ ദേഹത്തെയും
നീ മനസ്സിൽ കൊണ്ടുവന്നോ. വഖുൽ സലാമുൻ, എന്നിട്ട് നീ പറഞ്ഞോ സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, മനസ്സിൽ നബി കുടികൊള്ളുകയാണ്. നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ സലാമും റഹ്മത്തും ബറക്കത്തും ഉണ്ടാവട്ടെ. വൽയസ്ദുഖ അമലുക ഫീ അന്നഹു യബ്ലഉഹു, ആ സലാം റസൂലുള്ളാഹിയിലേക്ക് എത്തുമെന്നുള്ള നിന്റെ ആശ അത് സത്യസന്ധമായി കൊള്ളട്ടെ. വയറുദ്ദു അലൈക മാ ഹുവ ഔഫാ മിൻഹു, നീ ചൊല്ലിയ സലാമിനേക്കാൾ സമ്പൂർണമായ സലാം അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചിങ്ങോട്ട് ചെല്ലുമെന്നുള്ള നിന്റെ പ്രതീക്ഷ അത് സമ്പുഷ്ടമായി കൊള്ളട്ടെ. ثم تسلم على نفسك وعلى جميع عباد الله الصالحين, പിന്നെ നീ നിന്റെ സ്വന്തത്തിന്റെ മേലും മുഴുവൻ സാലിഹീങ്ങളായ ഇബാദിന്റെ മേലും സലാം പറയുക. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. ഇതാരാ പറയുന്നത്? ഇമാം ഗസാലി തങ്ങൾ. എവിടെ പറയുന്നത്? യഹ്യാ ഉലൂമുദ്ദീന്റെ 1-ാം വാള്യം 169-ാമത്തെ പേജിലാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ശിർക്ക് കടന്നു വരും എന്നാണ് ഇസ്മായിൽ ഷഹീദ് പറയുന്നത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെയാണ് നാം തബ്ലീഗ് ജമാഅത്തുമായിട്ട് രാജിയാകുന്നത്. മുസ്തഫ പറഞ്ഞ എൻ്റെ മുന്നത്തെ അദ്ദേഹത്തിലെ വിഷയം പറഞ്ഞത് അത് വീണ്ടും തബ്ലീഗ് ജമാഅത്തിന്റെ പേരിലാണ് ഉസ്താദ് ചാർത്തുന്നത്. ഇല്യാസ് റഹ്മത്തുള്ളാഹി ജനിക്കണീൻ്റെ 200 വർഷം മുന്നേ മരിച്ച് പോയ ഒരാളെ പറ്റിയാണ് ആൾ എഴുതിയ കാര്യമാണ് ഇപ്പോൾ ഈ എടുത്തു പറയുന്നത്. ഇല്യാസ് റഹ്മത്തുള്ളാഹി എന്ന ആളാണ് ഇപ്പോൾ സ്ഥാപിച്ചെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പരിശ്രമം തുടക്കം മുതലേ വരുന്നതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർക്കാൻ വേണ്ടി എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അത്യാഹത്ത് ഓതുന്ന സമയത്ത് എന്നെ നിങ്ങൾ ഓർക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവൻ ചെയ്യുന്ന നിസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളും മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ എന്താ? നബിയെ, അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ എന്നാണ് അതിന്റെ ആശയം. ഇത് മനസ്സറിഞ്ഞ് പറയാന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിനെ ഓർക്കുക തന്നെയല്ലേ? ഇനിയിപ്പോ റസൂൽ പറഞ്ഞോളുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഗസാലി ഇമാം അത് പറഞ്ഞത്. അപ്പോൾ മനസ്സിൽ ഖുശൂ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അമലുകൾ മനസ്സറിഞ്ഞ് ചെയ്യാന്നാണ് ഖുശൂവിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്തഹിയ്യാത്ത് റസൂലുള്ളാഹിനെ പറയുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ ഓർക്കണം, അതാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് റസൂൽ പറഞ്ഞോളുന്നില്ല. അത് ഈ ഖുർആന്റെ ആയത്തിന്റെ പരിധിയിൽ അത് പെട്ടതായതുകൊണ്ട് ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ നിലക്ക് തന്നെ അത് മനസ്സിലാക്കാം. പിന്നെ ഇസ്മായിൽ ഷഹീദ് 200 കൊല്ലം മുമ്പത്തെ ആള്, അത് പിന്നെ മുഹമ്മദ് ഇല്യാസുമായിട്ട് ടച്ചില്ലല്ലോ. ടച്ച് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ഇത് വളരെ പ്രസക്തമാകുമായിരുന്നു. പക്ഷെ ടച്ച് ഉണ്ടല്ലോ. കുത്തുബും മുജദ്ദിദുമാണെന്ന് പറഞ്ഞ ഗംഗോഹി, ആ ഗംഗോഹി പറയുന്നു മുഹമ്മദ് ഇസ്മായിൽ ഷഹീദ് അദ്ദേഹം വലിയ മഹാനാണ്, അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലുള്ള മുഴുവൻ ആശയങ്ങളും ശരിയാണെന്ന്. അപ്പോ അങ്ങനെ പറയുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹി കുത്തുബും മുജദ്ദിദും മുർഷിദുമാണെന്നാണ് മുഹമ്മദ് ഇല്യാസി പറയുന്നത്. മാത്രമല്ല മുഹമ്മദ് ഇല്യാസിയുടെ നബിയുടെ മേൽ അസ്സലാത്തു വസ്സലാമു അലൈക ചൊല്ലുന്നതിനെ പറ്റി അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക എന്നിങ്ങനെ ഒരാൾ ചൊല്ലി നടക്കുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഇങ്ങനെ റസൂലുള്ള. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അള്ളാഹുവിന്റെ റസൂൽ കേൾക്കും, അള്ളാഹുവിന്റെ റസൂൽ അറിയുന്നുണ്ട്, പലപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഹാളിറാകും എന്നൊക്കെയുള്ള പല കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പല തരീഖത്തിന്റെ അഹ്ലുകാരും ആ ദിക്റുകൾ ചെല്ലുന്നുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞത് മുബ്തദിഈങ്ങളോട് സാദൃശ്യമാവലാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മക്കാത്തീബിന്റെ പേജ് 90-ാമത്തെ പേജിൽ ഇല്യാസി തന്നെ പറയുന്നുണ്ട്. ഇല്യാസി തന്നെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ എന്ത് പറയും?